ഇനി കായിക പ്രേമികൾക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്ത. ലോക ഫുട്ബോളിന് അർജന്റീന യോഗ്യത നേടിയിരിക്കുന്നു. യുറുഗ്വായ് ബൊളീവിയ മത്സരം സമനിലയിലായതോടെയാണ് അർജന്റീന യോഗ്യത നേടിയത്. വിവരങ്ങളുമായി രാഗേഷ്. 4-1 ഒരു വിജയം. നിലവിലെ ചാമ്പ്യന്മാരെ സംബന്ധിച്ച് വളരെ ആധികാരികമായി തന്നെ ഒരു എൻട്രി അങ്ങനെ പറയാം അല്ലേ? അതെ ശ്രീജ, കാര്യം രണ്ട് കാര്യങ്ങൾ കൊണ്ട് അർജന്റീന ആരാധകർക്ക് ആഹ്ലാദിക്കാം. ഒന്ന്, അർജന്റീന ലോകകപ്പിന് യോഗ്യത നേടിയിരിക്കുന്നു. രണ്ട്, ചിരവൈരികളായ ബ്രസീലിനെതിരെ ഉജ്ജ്വല വിജയം നേടിയിരിക്കുന്നു. ഇന്ന് ഈ മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പോയിന്റ് മാത്രം മതിയായിരുന്നു യോഗ്യതയ്ക്ക് അർജന്റീനയ്ക്ക്. പക്ഷേ ആ മത്സരം ഇറങ്ങാൻ കാത്തിരിക്കേണ്ടി വന്നില്ല. അതിനു മുമ്പ് തന്നെ പെറുവും യുറുഗ്വായും തമ്മിലുള്ള മത്സരം സമനിലയിൽ അവസാനിച്ചു. ഇതോടുകൂടി അർജന്റീന ലോകകപ്പിന് യോഗ്യത നേടിയിരുന്നു. അതിനുശേഷമാണ് ബ്രസീലിനെതിരായ മത്സരം വരുന്നത്. ഏതായാലും ആ മത്സരത്തിൽ ഒരു ആധികാരിക വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ് അർജന്റീന. കാരണം മെസ്സി ഇല്ലാതെയാണ് അർജന്റീന ഇറങ്ങിയത്, നെയ്മർ ഇല്ലാതെയാണ് ബ്രസീൽ ഇറങ്ങിയത്. അർജന്റീന 4-ാം മിനിറ്റിൽ തന്നെ ജൂലിയൻ അൽവാരസിലൂടെ അക്കൗണ്ട് തുറന്നു. അതിനുശേഷം എൻസോ ഫെർണാണ്ടസ് 12-ാം മിനിറ്റിൽ വീണ്ടും ലീഡ് വർദ്ധിപ്പിച്ചു. ബ്രസീലിന് വേണ്ടി മത്തേസ് ക്യൂന 26-ാം മിനിറ്റിൽ നേടിയ ഗോൾ, അതാണ് ഏക ആശ്വാസ ഗോൾ എന്ന് പറയാവുന്നത്. തീർച്ചയായും മത്സരത്തിൽ അർജന്റീനയുടെ ഒരു ആധിപത്യം പ്രകടമായിരുന്നു. ഒന്നാം പകുതിയിൽ തന്നെ 3-1 അർജന്റീന മുന്നിലായിരുന്നു. അതിനുശേഷം സിമോണിന്റെ ഗോളിലൂടെ 71-ാം മിനിറ്റിൽ വീണ്ടും ലീഡ് വർദ്ധിപ്പിക്കുന്നതാണ് കണ്ടത്. അങ്ങനെ 4-1 ഒരു ആധികാരിക വിജയം അർജന്റീന സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഏതായാലും ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് 31 പോയിന്റ് ഉണ്ട് അർജന്റീനയ്ക്ക്. പട്ടികയിൽ 1-ാം സ്ഥാനത്താണ് അർജന്റീന ഉള്ളത്. ഇന്ന് മത്സരത്തിൽ ബ്രസീൽ പരാജയപ്പെട്ടു. ബ്രസീൽ ഇപ്പോൾ നിലവിൽ 21 പോയിന്റുമായി 4-ാം സ്ഥാനത്ത് ആണുള്ളത്. ഏതായാലും ബ്രസീലിന് നിലവിൽ സാധ്യതയുണ്ട് എന്ന് തന്നെ പറയാം. കാരണം 10 ടീമുകളാണ് ലാറ്റിൻ അമേരിക്കയിലെ യോഗ്യതാ മത്സരങ്ങളിൽ കളിക്കുന്നത്. അതിൽ തന്നെ ആദ്യ 6 സ്ഥാനത്തുള്ള ടീമുകൾ ലോകകപ്പിന് യോഗ്യത നേടും. ഏതായാലും ബ്രസീലിനെ സംബന്ധിച്ച് ഇനി 4 മത്സരങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട്. ആ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് യോഗ്യത ഉറപ്പിക്കാനുള്ള ശ്രമമായിരിക്കും ബ്രസീലിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. ഏതായാലും അർജന്റീനയെ സംബന്ധിച്ച് അർജന്റീന ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് യോഗ്യത നേടുന്ന ആദ്യ ടീമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്.